നമസ്കാരം. ഇന്ത്യൻ കരസേനയുടെ പോർമുഖത്തേക്ക് ഒരുങ്ങി സൊറോവർ. പർവ്വതങ്ങളെ വിറപ്പിച്ച് ശത്രുവിന്റെ നെഞ്ചിടിപ്പേറ്റാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ അതിവേഗ ലൈറ്റ് ടാങ്ക് ഇപ്പോൾ പൂർണ്ണതോതിലുള്ള ഉൽപാദനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹിമാലയൻ അതിർത്തികളിലെ പ്രതിരോധശേഷിയിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ അതിർത്തികളിൽ നിലവിൽ ഭാരമേറിയ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ വിന്യസിക്കാൻ വലിയ വെല്ലുവിളികളുണ്ട്. ഈ പോരായ്മ മുതലെടുത്താണ് ചൈന തങ്ങളുടെ ഭാരം കുറഞ്ഞ ടൈപ്പ് 15 ടാങ്കുകൾ അതിർത്തിയിൽ അണിനിരത്തിയത്. എന്നാൽ ചൈനീസ് വെല്ലുവിളിക്ക് മറുപടിയായി ഇന്ത്യ അവതരിപ്പിക്കുന്നതാണ് 25 ടൺ ഭാരമുള്ള സൊറോവർ. കുറഞ്ഞ ഭാരം, ഉയർന്ന എഞ്ചിൻ പവർ എന്നിവ സൊറോവറിന് പർവ്വത പ്രദേശങ്ങളിലും ചെളി നിറഞ്ഞ പ്രദേശങ്ങളിലും മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷി നൽകുന്നു. 105 mm പ്രഹരശേഷിയുള്ള പ്രധാന പീരങ്കിയാണ് സൊറോവറിലെ താരം. ഇതിനോടൊപ്പം DRDO വികസിപ്പിച്ച അത്യാധുനിക ടാങ്ക് വേദ മിസൈലായ നാഗ് മാർക്ക് 2 സൊറോവറിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചത് അതിൻ്റെ സംഹാരശേഷിക്ക് അടിവരയിടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺ സംയോജനം, അതിശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ സൊറോവറിനെ ഒരു ഡിജിറ്റൽ യുദ്ധയന്ത്രമാക്കി മാറ്റുന്നു. ഡ്രോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം ടാങ്കിനുള്ളിലെ കമാൻഡർക്ക് ലഭിക്കും. രാജസ്ഥാൻ മരുഭൂമിയിലെ കൊടും ചൂടിലും ലഡാക്കിലെ കൊടും തണുപ്പിലും നടത്തിയ എല്ലാ പരീക്ഷണങ്ങളിലും സൊറോവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതോടെ ഏകദേശം 350ഓളം ടാങ്കുകൾ സൈന്യത്തിനു വേണ്ടി നിർമ്മിക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ കിരീടത്തിലെ പൊൻതൂവലായി മാറും സൊറോവർ ടാങ്ക്. അതിർത്തി കാക്കാൻ തീപ്പൊരി ടാങ്ക് വരുന്നതോടെ ചൈനീസ് നീക്കങ്ങൾക്ക് തക്കതായ മറുപടി നൽകാൻ ഇന്ത്യൻ കരസേന കൂടുതൽ സജ്ജമാകും. പ്രതിരോധത്തിൽ ഇന്ത്യ സ്വന്തമായി കരുത്താർജിക്കുമ്പോൾ അതിർത്തിയിൽ തലയുയർത്തി നിൽക്കുന്ന സൊറോവർ ഓരോ ഭാരതീയനും അഭിമാനമാണ്.